എൻ്റെ വീട്ടിലാണ് ഇതെല്ലാം കെട്ടിയിട്ടേക്കുന്നത്. അപ്പം ഞങ്ങൾ സൗണ്ട് കേട്ടോണ്ടാണ് എഴുന്നേറ്റത്. എഴുന്നേറ്റ് വന്ന ഉടനെ ഒരു ബോട്ടിൽ കത്തും ആദ്യം. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് തന്നെ ഗ്യാസ് അങ്ങ് പൊട്ടി തെറിച്ച്. അപ്പോൾ പിന്നെ ആർക്കും അടുക്കാൻ ഒക്കുന്നില്ല. ഞാൻ എഴുന്നേറ്റ് എല്ലാവരെയും വിളിച്ച്, എല്ലാ ഫോണെല്ലാം വിളിച്ച്, ഫയർഫോഴ്സ് ഫസ്റ്റിലെ വിളിച്ച്. അപ്പോൾ അവർക്ക് വന്നപ്പോഴത്തേക്ക് ഒരു വലിയ വണ്ടി ഇങ്ങോട്ട് വരാൻ പറ്റുന്നില്ല. പിന്നെ ബാക്കിലോട്ട് അങ്ങ് പെട്ടെന്ന് അങ്ങ് എത്ര ബോട്ടുകൾ നിർത്തിയിടുന്നുണ്ട്? ഇവിടെ 10-16 ബോട്ട് കാണും. അത് പണിക്ക് വരുന്ന ബോട്ടുകളുണ്ട്. അതുകൊണ്ട് എനിക്ക് അറിയാൻ വയ്യ എത്ര എണ്ണം ഉണ്ടാവും എന്നുള്ളത്. ഇപ്പോൾ എല്ലാ ബോട്ടിൻ്റെ താക്കോലും ഇവിടെയായിരുന്നു. കുറേ ബോട്ടിൻ്റെ ഉണ്ട് ഇവിടെ. എല്ലാവരും തരില്ല, കുറേ ബോട്ടിൻ്റെ ഉണ്ട്. കുറേ ബോട്ടിൻ്റെ ഇവിടെ അവർ ഓപ്പൺ ആക്കിയിട്ടായിരിക്കും. 1:30 കൂടിയായിരുന്നു സംഭവം? ഇല്ല, 2 മണിക്ക് അടുത്തായി. ഏകദേശം 1:30 മണി കഴിഞ്ഞ് 1:45-2 മണിക്ക് അകത്തായി. ചേച്ചി അറിയുമ്പോൾ ഞാൻ എഴുന്നേക്കുമ്പോൾ 2 മണിയാണ് കറക്റ്റ്. കാരണം ഞാൻ ലാസ്റ്റ് കോള് വിളിച്ച് നോക്കിയതാണ് ഫസ്റ്റ്. അന്നേരം 2 മണിയാണ് ആ കോള് കിടക്കുന്നത്. ഫസ്റ്റിലെ മെക്കാനിക്കിനെയാണ് വിളിക്കുന്നത്. ഉടമസ്ഥരൊക്കെ ഇതെല്ലാം പൊഴിയൂരും പിന്നെ നമ്മുടെ ശക്തിലങ്ങരയുള്ളവരുണ്ട്. പല ആളുകളുണ്ട്. ഇപ്പം കാര്യം പാർട്ട്ണർഷിപ്പൊക്കെയാണ് പല ആളുകളും. എല്ലാവരും പാവത്തിങ്ങളാണ്. അവരെല്ലാം സാധനങ്ങളായി പോയതെല്ലാം. എല്ലാവരും സാധാരണക്കാരാണ്. അന്നന്ന് ജോലി ചെയ്ത് അവർ പിടിക്കുന്നവരാണ്. ചേച്ചി ഇവിടെ ഞങ്ങൾ തൊട്ട് മേളിലാണ് ഇത് കണ്ട്. ഞങ്ങൾ ഇറങ്ങി വന്നില്ല. പക്ഷേ ഈ തീ ആളുന്നത് കണ്ട്. അപ്പോൾ ഈ മോള് കേടി വന്ന് ഉടനെ ഫയർഫോഴ്സിനെയൊക്കെ വിളിച്ചു. പക്ഷേ ഫയർഫോഴ്സ് വന്നെങ്കിൽ ഞങ്ങൾക്ക് വരാനുള്ള വഴി സാങ്കേതിക തടസ്സമായി. അതിലാണ് ഇത്രയും പ്രശ്നങ്ങൾ വന്നത്. എല്ലാ സാധാരണക്കാർ എത്ര അവരുടെ അധ്വാനത്തിൻ്റെ പല പാപത്തങ്ങൾ അവരുങ്ങളല്ല. അതിൽ നമുക്കും വിഷമമുണ്ട്. ക്രിസ്മസ് വരുന്നു. അവരിപ്പോൾ കുറേ പേര് ഇപ്പോൾ ജോലിക്ക് പോകാനായിട്ട് വന്നവരുണ്ട് ഇവിടെ. പക്ഷേ ഇതൊരിക്കലും നമുക്ക് അവരെ എങ്ങനെ ഇത് പ്രതികരിക്കും, അവരെങ്ങനെ സഹിക്കുമെന്ന് നമുക്കറിയാൻ വയ്യ. അത്രയ്ക്ക് നഷ്ടങ്ങൾ. പിന്നെ ഒരു വള്ളത്തിൽ തന്നെ, ഒരു ബോട്ടിൽ തന്നെ കാണും. ഏകദേശം 1 കോടി രൂപയുടെ അകത്ത് കാണും. കാര്യം ബോട്ട് തന്നെ 60-70 ലക്ഷം രൂപയുടെ ബോട്ടുകളാണ്. പിന്നെ വലകൾ, അതിനകത്തുള്ള സാധനങ്ങൾ. അപ്പം നല്ലൊരു നഷ്ടം അവർക്ക് സംഭവിച്ചേക്കുന്നത്. അവരിനി എത്ര കാലം ജോലി ചെയ്യണം അത് വീട്ടണമെന്നുണ്ടെങ്കിൽ. ഇല്ല, വന്നിട്ടുണ്ട്. അവരൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. എല്ലാവരും കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ട്.